പ്രവാചക വിയോഗശേഷം ഇസ്ലാമിക ചരിത്രത്തിലെ പ്രധാനപ്പെട്ട ഒരു യുദ്ധമായിരുന്നു യർമൂക്ക് യുദ്ധം. യർമൂക്ക് യുദ്ധം മുസ്ലിങ്ങൾ ജയിച്ചു. റോമാ ചക്രവർത്തിയായ ഹിർക്കൽ രാജാവ് രാജ്യം വിട്ടു. മുസ്ലിം സൈന്യം സിറിയയിലേക്ക്, ഷ്യാമിലേക്ക് അഥവാ ഇപ്പോഴത്തെ സിറിയയിലേക്ക് സർവസന്നാഹങ്ങളോടെ യാത്രയായി. ആ യുദ്ധാനന്തരമായിരുന്നു ബൈത്തുൽ മുഖദ്ദസ് ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കീഴിൽ വന്നത്. ക്രിസ്തുമത വിശ്വാസികൾ സൈനികമായി പരാജയപ്പെട്ടുവെങ്കിലും അവരുടെ അണ്ടറിലായിരുന്നു ബൈത്തുൽ മുഖദ്ദസ്. ബൈത്തുൽ മുഖദ്ദസ് വിട്ടു തരണമെങ്കിൽ ഖലീഫ ഇവിടെ ഹാജരാകണം, ഉമർ റളിയല്ലാഹു അൻഹു ഇവിടെ ഹാജരാകണമെന്ന് അവർ ഡിമാൻഡ് വെച്ചു. ഉമർ റളിയല്ലാഹു അൻഹു അവിടെ വന്നു. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു വരുന്നത് ഒരു സാധാരണ വേഷത്തിലാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ചരിത്രം നമ്മൾ ഒരുപാട് കേട്ടതാണ്. ഒരു സാധാരണ മനുഷ്യനെ പോലെ കൊച്ചു കുടിലിൽ ജീവിച്ച ഖലീഫയായിരുന്നു അദ്ദേഹം. ഒരു സാധാരണ വേഷത്തിലാണ് ഉമർ റളിയല്ലാഹു അൻഹു ക്രിസ്തു മതവിശ്വാസികളുടെ പാത്രിയാക്കീസ്, അങ്ങനെ എന്തോ പേര് പറയുന്നത്, പുരോഹിതൻ്റെ അടുത്തേക്ക് വരുന്നത്. അവരാണെങ്കിൽ പ്രൗഢിയോടെ വസ്ത്രമൊക്കെ അണിഞ്ഞിരിക്കുന്ന ആളുകളാണ്. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂട്ടത്തിലുള്ള സഹോദരങ്ങൾ മുസ്ലിങ്ങൾ ചോദിച്ചല്ല, ഈ ഒരു വസ്ത്രവുമായിട്ട് വരണമായിരുന്നു, ഒന്നുകൂടി നല്ല ഒരു ഉഷാറുള്ള വസ്ത്രവുമായിട്ട് വന്നുകൂടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു വർത്തമാനമുണ്ട്. ഒന്നുമില്ല, വസ്ത്രത്തിലല്ല കേട്ടോ, ഇസ്ലാമിലാണ് നമ്മുടെ പ്രതാപം, ഇസ്ലാമിലാണ് നമ്മുടെ ഇസ്സത്ത്. നമ്മളവരെക്കാൾ എത്രയോ ഉയരത്തിലാണ്, നമ്മളെക്കാൾ എത്രയോ ഉയർന്ന വസ്ത്രങ്ങൾ അവർ ധരിക്കുന്നു, നമ്മളെക്കാൾ എത്രയോ സൗകര്യങ്ങളും മറ്റും അവർ ഉപയോഗപ്പെടുത്തുന്നു. നമ്മൾക്ക് നേർക്ക് നേരെ ഭൗതികമായി സൗകര്യങ്ങൾ കുറവായിരിക്കാം, നമ്മുടെ വേഷവിധാനത്തിൽ സാധാരണത്വമായിരിക്കാം കൂടുതലും ഉണ്ടായിരിക്കുന്നത്. എങ്കിലും നമ്മൾ വിശ്വസിക്കുന്ന ഒരു മതമുണ്ടല്ലോ, ഇസ്ലാം, അതിലാണ് കേട്ടോ മറ്റെന്തിനേക്കാളും ഇസ്സത്ത് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ ഒരു ചരിത്രമുണ്ട്. ജാഫർ ബിൻ അബീ താലിബ് നജ്ജാശി രാജാവിൻ്റെ അടുക്കലേക്ക് അക്കാലഘട്ടത്തിൽ മക്കയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ കടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയരായപ്പോൾ അബിസീനിയയിലേക്ക് ഹിജ്റ പോവാൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കൽപ്പിക്കുകയും അവിടേക്ക് ഹിജ്റ പോയ ആളുകളെക്കുറിച്ച് നജ്ജാശി അവിടുത്തെ രാജാവിനോട് മുശ്രിക്കുകളായ ആളുകൾ സ്വാധീനം ചെലുത്തി ചില തെറ്റിദ്ധരിപ്പലുകൾ നടത്തുകയും ചെയ്തപ്പോൾ ആ നജ്ജാശി രാജാവ് ജാഫർ ബിൻ അബീ താലിബിനെ വിളിച്ചു. ഹിജ്റ പോയ വ്യക്തിത്വമാണ് അദ്ദേഹം. എന്നിട്ട് ചോദിച്ചു, എന്താണ് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഹിജ്റ വരാനുള്ള കാരണമെന്ത്? സ്വന്തം നാട്ടിൽ നിങ്ങൾക്ക് ജീവിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? അപ്പം അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഉണ്ട്, വലിയൊരു മറുപടിയാണ്, ചരിത്രപ്രസിദ്ധമായ മറുപടിയാണ്. രാജാവേ, ഞങ്ങൾ വിവരമില്ലാത്ത ഒരു ജനതയായിരുന്നു, ഒരറിവുമില്ലാത്ത ജനതയായിരുന്നു. ഞങ്ങൾ വിഗ്രഹങ്ങളെ ആരാധിച്ചു കൊണ്ടിരുന്നു, ഞങ്ങൾ ശവങ്ങൾ തിന്നു, ഞങ്ങൾ വൃത്തികെട്ട തിന്മകളുടെ ഒപ്പം തന്നെ ചേർന്ന് നിന്ന് ജീവിച്ചു. കുടുംബ ബന്ധങ്ങൾക്ക് ഒരു വിലയും ഞങ്ങൾ കൽപ്പിച്ചില്ല. എല്ലാ ബന്ധങ്ങളെയും നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ തകർത്തു കളഞ്ഞു. അല്പക്കവുമായി ഒരു ബന്ധവും നല്ല ബന്ധവും ഞങ്ങൾക്കില്ല. എപ്പോഴും മോശമാണ്, എപ്പോഴും ചീത്ത പറയലാണ്, എപ്പോഴും അപവാദങ്ങൾ വിളിച്ചു പറയലാണ്. ഞങ്ങളിലെ ശക്തന്മാർ ഞങ്ങളിലെ ദുർബലരെ എപ്പോഴും പരാജയപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ദുർബലർക്ക് ഒരു നേട്ടവുമില്ല, അവർക്ക് ജീവിതത്തിൻ്റെ ഒരു സമാധാനവും സൗകര്യവുമില്ല. അവർ ശക്തന്മാരുടെ കീഴിൽ ഓച്ചാനിച്ച് നിൽക്കുന്ന അവസ്ഥ വന്നു. ഇങ്ങനെയൊക്കെയുള്ള ഞങ്ങളുടെ അവസ്ഥയിലേക്കാണ് അള്ളാഹു ഒരു ദൂതനെ നിയോഗിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ കുടുംബവും അദ്ദേഹവും സത്യസന്ധതയിൽ പേരുകേട്ട വ്യക്തിത്വമായിരുന്നു. ഞങ്ങളുടെ നാട്ടിൽ തന്നെ ജനിച്ച് വളർന്ന, ഞങ്ങളാൽ സത്യസന്ധനെന്ന് വിളിക്കപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു അദ്ദേഹം, ദൂതൻ. അദ്ദേഹം ഞങ്ങളെ അള്ളാഹുവിനെ ആരാധിക്കുന്നതിലേക്ക് കൊണ്ടെത്തിച്ചു. വിഗ്രഹങ്ങളല്ല,
ബഹുദൈവ വിശ്വാസവുമായി ബന്ധപ്പെട്ട ആരാധനാ രീതിയല്ല, അള്ളാഹുവിലേക്ക് തിരിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ മാത്രം ആരാധിക്കണമെന്ന പാഠം ഞങ്ങളിലേക്ക് അദ്ദേഹം എത്തിച്ചു. ഏകദ വിശ്വാസം എന്താണെന്ന് ഞങ്ങളെ പഠിപ്പിച്ചു. ഞങ്ങളുടെ പിതാക്കളും ആരാധിച്ചിരുന്ന വിഗ്രഹങ്ങളെയും കല്ലുകളെയും കൈയൊഴിക്കുവാനും ഞങ്ങളോട് കൽപ്പിച്ചു. പിന്നെ പറയുന്നത് കളവ് പറയരുത്, സംസാരത്തിൽ സത്യസന്ധത ഉണ്ടായിരിക്കണം, നിങ്ങൾ ആളുകളുമായി ഇടപെടുമ്പോൾ സത്യസന്ധത കാണിക്കണം. അമാനത്ത്, നിങ്ങൾ ആരെങ്കിലും ഒരു കാര്യം ഏൽപ്പിച്ചാൽ, നിങ്ങളോട് ആരെങ്കിലും ഒരു കാര്യം വാക്കാൽ പറഞ്ഞാൽ അത് അമാനത്ത് പോലെ വലിയ ഉത്തരവാദിത്തം പോലെ സൂക്ഷിക്കണം, അത് സംരക്ഷിക്കണം നിങ്ങൾ. അതുപോലെ കുടുംബ ബന്ധം നിങ്ങളുടേതായ പ്രവർത്തനങ്ങൾ കൊണ്ട് മുറിച്ചു മാറ്റിക്കളയരുത്. അത് വലിയ പവിത്രമായ കാര്യമാണ്. ഒരു നേർത്ത പോറൽ പോലും ഏൽക്കാത്ത വിധത്തിൽ കുടുംബ ബന്ധങ്ങളെ നിങ്ങൾ സംരക്ഷിക്കണം. അയൽവാസികളോട് ഏറ്റവും നല്ല നിലയിൽ നന്മയിൽ നിങ്ങൾ വർത്തിക്കണം. അതുപോലെ തിന്മകളിൽ നിന്ന്, എല്ലാ തിന്മകളിൽ നിന്നും നിങ്ങൾ അകലണം. രക്തം ചിന്തുന്നതിൽ നിന്ന് നിങ്ങൾ വിട്ടുനിൽക്കണം. നീചവൃത്തികളും കള്ളവാക്കുകളും അനാഥകരുടെ ധനം തിന്നലുമൊക്കെ നിങ്ങൾ ഒഴിവാക്കണം. പതിവ്രതകളായ സ്ത്രീകളെക്കുറിച്ചുള്ള അപവാദം പറയുന്ന പരിപാടി നിങ്ങൾ അവസാനിപ്പിക്കണം. അള്ളാഹുവെ മാത്രം ആരാധിക്കണമെന്നും അവനോടൊന്നും പങ്കു ചേർക്കരുതെന്നും ഞങ്ങളെ കൽപ്പിച്ചു, പഠിപ്പിച്ചു. ഏറ്റവും മോശപ്പെട്ട ഒരു അവസ്ഥയിൽ നിന്ന് ഏറ്റവും നല്ല മനുഷ്യനായി ഞങ്ങളെ കൊണ്ടുവരുന്ന ഒരവസ്ഥയിലേക്കാണ് പ്രവാചകൻ ഞങ്ങളെ കൊണ്ടെത്തിച്ചത്. നമസ്കാരം, നോമ്പ്, സക്കാത്ത് പോലുള്ളവ അദ്ദേഹം ഞങ്ങളോട് കൽപ്പിച്ചു. ഞങ്ങൾ അദ്ദേഹത്തെ സത്യപ്പെടുത്തി, വിശ്വസിച്ചു. അങ്ങനെ അള്ളാഹുവിനെ ആരാധിക്കുന്നവരായി ഞങ്ങൾ മാറി. അപ്പോൾ ഈ വിഭാഗം, ഞങ്ങൾക്കെതിരെ പരാതിയുമായി ഇവിടെ വന്ന വിഭാഗം, ഞങ്ങളെ പീഡിപ്പിക്കാനും പ്രയാസപ്പെടുത്താനും ഞങ്ങളെ വല്ലാത്ത രീതിയിൽ ഉപദ്രവിക്കാനും തുടങ്ങി. അതുകൊണ്ടാണ് ഞങ്ങൾ നിങ്ങളിൽ നിന്നും അഭയമുണ്ടാവുമെന്ന് കരുതിയിട്ട് ഇവിടേക്ക് രക്ഷപ്പെട്ടത്. അപ്പോൾ ഇസ്ലാം എന്താണെന്നുള്ള ഒരു ചെറിയ ചിത്രമാണ് ഇവിടെ ജാഫർ ബിൻ അബീ താലിബ് പ്രകടിപ്പിച്ചിരിക്കുന്നത്. എന്താണ് ഇസ്ലാം? ഹുവ സമ്മാകുമുൽ മുസ്ലിമീൻ. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു, നമ്മൾക്ക് മുസ്ലിങ്ങൾ എന്ന പേര് നൽകിയിരിക്കുന്നു. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ് വഅമില സ്വാലിഹൻ വഖാല ഇന്നനീ മിനൽ മുസ്ലിമീൻ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദആ ഇലല്ലാഹ്, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ഞങ്ങൾ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ പെട്ടവനാണെന്ന് പ്രഖ്യാപിക്കുകയും പറയുകയും ചെയ്യുന്നതിനേക്കാൾ നല്ല വാക്ക് പറയുന്ന മറ്റൊരാളുമില്ല. ഇപ്പം മുസ്ലിം എന്നുള്ളത് ഇസ്സത്ത് നൽകുന്ന പദമാണ്, വാക്കാണ്. ഇസ്ലാം ആകുക എന്ന് പറഞ്ഞാൽ അത് തന്നെ മഹാ അനുഗ്രഹമാണ്. സൂറത്തുൽ ആലു ഇമ്രാനിൽ വതുഇസ്സു മൻ തശാ വതുദില്ലു മൻ തശാ ബിയദികൽ ഖൈർ, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ പ്രതാപം നൽകുന്നു, നീ ഉദ്ദേശിക്കുന്നവർക്ക് നീ നിന്യത നൽകുകയും ചെയ്യുന്നു, നിന്റെ പക്കലാണ് നന്മയുള്ളത്. അള്ളാഹു പറഞ്ഞതായിട്ട് ഖുർആൻ പറയുക. അപ്പൊ അള്ളാഹു പ്രതാപമുള്ളത് ഇസ്ലാമിലാണെന്നും ഇസ്സത്തുള്ളത് ഇസ്ലാമിലാണെന്നും പഠിപ്പിച്ചു. സത്യവിശ്വാസികൾക്ക് പ്രതാപമുണ്ടെന്ന് സൂറത്തുൽ മുനാഫിഖൂനിൽ പറയുന്നു. അല്ലാഹുൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീന വലാകിന്നൽ മുനാഫിഖീന ലാ യഅലമൂൻ. അള്ളാഹുവിനും അവന്റെ ദൂതനും സത്യവിശ്വാസികൾക്കുമാണ് ഇസ്സത്ത്. അള്ളാഹുവിനും അവന്റെ ദൂതനും സത്യവിശ്വാസികൾക്കുമാണ് പ്രതാപം. കപടവിശ്വാസികൾ കാര്യം മനസ്സിലാക്കുന്നില്ല. അങ്ങനെ അന്തസ്സുള്ള ഒരു ജീവിതം നയിക്കാനുള്ള നിർദ്ദേശമാണ് യഥാർത്ഥത്തിൽ ഇസ്ലാം തന്നിരിക്കുന്നത്. ആരുടെ മുമ്പിലും ഓച്ചാനിച്ച് നിൽക്കേണ്ടതില്ലാത്ത ഏറ്റവും മഹിതമായ സന്ദേശം, മനുഷ്യനെ മനുഷ്യനാക്കുന്ന, മനുഷ്യനെ ഏറ്റവും ഉദാത്തമായ നന്മയുടെ വിധാതാവാക്കുന്ന, പ്രതിനിധിയാക്കുന്ന ഒരു സന്ദേശമാണ് ഇസ്ലാം നൽകുന്നത്. ഇസ്ലാം നൽകുന്ന സന്ദേശത്തോളം വലിയ ഒരു മാനുഷിക സന്ദേശവുമില്ല. മനുഷ്യബന്ധങ്ങളെ ഒരിക്കലും പോലും പോറലേൽപ്പിക്കാത്ത വിധം സംരക്ഷിക്കണമെന്നും, സമൂഹത്തിൽ നാശം വിതക്കുന്ന മദ്യമാവട്ടെ, ലഹരിയാവട്ടെ, വ്യഭിചാരമാവട്ടെ, പലിശയാവട്ടെ, എല്ലാ തിന്മകളെയും, പരദൂഷണം, അസൂയ, കളവ് പറയൽ, മോഷണം തുടങ്ങിയ എല്ലാ തിന്മകളെയും ഇസ്ലാം നിഷേധിച്ചു, നിരാകരിച്ചു.
നിരാകരിച്ചു. എന്നിട്ട് അതിനപ്പുറം സൽസ്വഭാവത്തിൻ്റെ പ്രതീകമായി കിട്ടുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട് സമാധാനത്തോടെ ജീവിക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾ വരണം എന്നും വിശുദ്ധ ഖുർആൻ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഉഹദ് യുദ്ധത്തിന്റെ സമാപന വേളയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബികളോട് ഇപ്രകാരം പറഞ്ഞു: ഖൂലൂ അല്ലാഹു അഅ്ലാ വ അജൽ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദ് യുദ്ധം നമുക്കറിയാം, വലിയ കടുത്ത പരീക്ഷണങ്ങൾ മുസ്ലിങ്ങൾക്ക് ഏൽക്കേണ്ടി വന്നൊരു യുദ്ധമാണത്. അബൂ സുഫിയാനാണ് മറുപക്ഷത്ത്, അവരും വിജയത്തിന്റെ ഒരു ഘട്ടത്തിലാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അല്ലാഹു അഅ്ലാ വ അജൽ, അല്ലാഹു അത്യുന്നതനും മഹത്വമുള്ളവനുമാണ്. അപ്പോൾ അബൂ സുഫിയാൻ പറയാ, അലാ ലനൽ ഉസ്സ വലാ ഉസ്സ ലക്കും. അബൂ സുഫിയാൻ പറയുന്നത് എന്താ അറിയോ? അതിനെ ഗണ്ണിച്ചു. അല്ലാഹു അല്ല മഹത്വമുള്ളവൻ, ഉസ്സയാണ് മഹത്വമുള്ളവൻ. അവരാരാധിക്കുന്ന ഒരു വിഗ്രഹം, ഒരു ദൈവം, അവനാണ് മഹത്വമുള്ളവൻ. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു: അജീബൂ, ആളുകളോട് പറയുകയാണ്, അത് പറഞ്ഞു കൊടുക്കൂ, അയാൾക്ക് അള്ളാഹു ആണ് മഹത്വമുള്ളവരെന്ന് പറഞ്ഞു കൊടുക്കൂ. അപ്പൊ മാനഖൂൽ, എന്താ പറയേണ്ടതെന്ന് ആളുകൾ ചോദിച്ചു. പറഞ്ഞു: അള്ളാഹു മൗലാന വലാ മൗലാലക്കും. അള്ളാഹു മൗലാന വലാ മൗലാലക്കും. അള്ളാഹു ആണ് ഞങ്ങളുടെ സംരക്ഷകൻ, നിങ്ങളുടെയും സംരക്ഷകൻ അള്ളാഹുവാണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒന്നുമല്ല ഇവിടുത്തെ വിഗ്രഹങ്ങളോ, നിങ്ങൾ ആദരിച്ച് ആരാധിച്ച് കൊണ്ടു നടന്ന് വലിയ ആളായി വ്യക്തിപൂജ നടത്തിക്കൊണ്ട് വലിപ്പം വീർപ്പിച്ചു കൊണ്ടുവന്ന ആരെങ്കിലും ഉണ്ടോ, ഏതെങ്കിലും ശക്തിയുണ്ടോ? അതൊന്നുമല്ല. അള്ളാഹു ആണ് സംരക്ഷകനും പ്രതാപവാനുമെന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ച് പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം വലാ തഹിനു വലാ തഹ്സനു വ അൻതുമുൽ അഅ്ലന ഇൻ കുൻതും മുഅ്മിനീൻ. നമ്മൾ മുഅ്മിനീങ്ങളാണെങ്കിൽ, നമ്മൾ സത്യവിശ്വാസം ഉറച്ച രീതിയിൽ ഉൾക്കൊണ്ടവരാണെങ്കിൽ ഒരു ദൗർബല്യവും വേണ്ട കേട്ടോ, ദുഃഖിക്കേണ്ട കേട്ടോ. നിങ്ങൾ ഭയപ്പെടേണ്ട, നിങ്ങൾ ദുഃഖിക്കേണ്ട, നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ എന്ന് ഖുർആൻ പറയാം. ഇപ്പം നമ്മെ സംബന്ധിച്ചിടത്തോളം ഭൗതികമായി വിഭവനഷ്ടമുണ്ടാവാം, ഭൗതികമായ ചില പ്രയാസങ്ങൾ അനുഭവിക്കുന്നുണ്ടാവാം. പക്ഷേ മനുഷ്യവംശത്തിൽ ലോകത്തിനോളം ജീവിച്ച മനുഷ്യവിഭാഗങ്ങളിൽ അള്ളാഹു തൃപ്തിപ്പെടുന്ന ഏറ്റവും നല്ല വ്യക്തിത്വങ്ങളും ഉന്നതന്മാരും ഈ വിശ്വാസം ഉൾക്കൊണ്ടവരാണ് എന്ന ഖുർആന്റെ പാഠം നമ്മെ പ്രചോദിപ്പിക്കട്ടെ, നമ്മെ തുടർ ജീവിതത്തിൽ സ്വാധീനിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും.